1 സ്റ്റാർട്ട്. മടുപ്പത്ത് കിടക്കുന്നു കിടക്കുന്ന പാലും കൂടെ മടുപ്പത്ത് കിടക്കുന്നു. ഹൈ ഗായ്സ്, ഞാൻ അപ്പിലോ. ഒരുപാട് ദിവസത്തെ ആഗ്രഹത്തിനൊടുവിലാണ് ഞാനിവിടെ എത്തിയത്. ചുറ്റുപാടുള്ള നാട്ടിലെ വയസ്സായവര് ചെറിയ ചെറിയ സന്തോഷങ്ങൾ നേടിയെടുക്കുന്ന ഒരു സ്ഥലം പകൽ വീട് എന്നും അതിനെ വിളിക്കാറുണ്ട്. ഞാൻ ഏകദേശം ഒരു 10:30 അവിടെ എത്തി. ഞാൻ നോക്കുമ്പോ എല്ലാരും പൊരിഞ്ഞ ചായ കൂടി തിരക്കിലായിരുന്നു. ചായ കുടിക്കാൻ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാൻ വിചാരിക്കുമ്പോ 500 സിനിമയോട്ട് എല്ലാരും ഗൗരവത്തോടു കൂടി ഇരിക്കുകയാണ്. സിനിമയിലാണെങ്കിൽ ക്ലൈമാക്സ് പൊട്ടിക്കുന്ന സമയം. സ്വന്തം മകൻ പെണ്ണിട്ടോ എന്നുള്ള 500 കാട്ടി ടെൻഷൻ കണ്ടിരിക്കുന്ന ഇവരെ മുഖത്ത് ഞാൻ കണ്ടു. എന്നിട്ട് കെട്ടിയപ്പോ ഇവരൊക്കെ പറയാണ് ഈ ബന്ധം കൂടുതലായിട്ടൊന്നും നിലനിൽക്കൂല, വാപ്പാന്റെ സമ്മതം ഇല്ലാത്തതാണ് എന്ന്. ചുരുക്കി പറയുകയാണെങ്കിൽ ആ പെമ്പറന്നോള് തീരെ ശരിയല്ല എന്നാണ്. സംവിധായകന് 500 ടൂ ഇറക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നൊന്ന് ചർച്ച ചെയ്താൽ മതി. പാർട്ട് 2 ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവലായിരിക്കും. TV ഓഫ് ആക്കിയതുകൊണ്ട് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതിന് ഒരു തീരുമാനം ഉണ്ടായി. അല്ലെങ്കിൽ ഇപ്പോഴും 500 2ഉം 3ഉം കഥ കേട്ട് ഇങ്ങനെ ഇരിക്കണ്ടാവും. അങ്ങനെ ഫുഡൊക്കെ റെഡി ആയിട്ട് എല്ലാരും നല്ല കുട്ടികളെ പോലെ ഇരുന്ന് കഴിക്കാൻ പോവാണ്. നല്ല ചോറും 2 തരം കറിയും കൂട്ടിപ്പിടിച്ച് നല്ല കൊസിയിൽ കുറെ കഥകളും പറഞ്ഞ് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി. ഇതൊക്കെ കൂടി കണ്ടപ്പോ എനിക്കും കഴിക്കാൻ ഒരു പൂതിയായി. വീഡിയോ എടുക്കണ്ട്, വേഗം ഒരു ഉരുളെടുത്ത് വായിലടിയും പറഞ്ഞ പുണ്യം തെറ്റിക്കാണ്ട് ഇടുകയാണ്. ഏതാ മോനെ ആക്ടിങ്, നമ്മളെയും കാട്ടി വലിയ പുള്ളികളാണ്. കഴിച്ചു കഴിഞ്ഞ പാത്രം കഴുകാൻ വേണ്ടി വന്നപ്പോഴാണ് ഒരാൾ ഒളിച്ചിരുന്ന് വെത്തില മുറിക്കുന്നത് ഞാൻ കണ്ടുപിടിച്ചു. ചോദിച്ചപ്പോ പറയണ എല്ലാരും കൂടി കണ്ട കൈയിട്ട് വാരുന്ന്. ഞാൻ ആരോടൊന്നും പറഞ്ഞെടുക്കൂല, വേഗം തിന്നോളിയും പറഞ്ഞു. ഫുഡൊക്കെ കഴിച്ച് ചെറിയൊരു ഗെയിം സെക്ഷനിലേക്ക് പോവാണ് പറഞ്ഞപ്പോ എല്ലാവർക്കും ഭയങ്കര സ്പിരിറ്റ്, പെട്ടെന്നൊന്ന് കളി തുടങ്ങാൻ പറഞ്ഞു. ആദ്യം എല്ലാം പറഞ്ഞുകൊടുത്ത് ഡെമോ കളിപ്പിച്ചതിന് ശേഷമാണ് ഒറിജിനൽ ഗെയിം സ്റ്റാർട്ട് ആക്കിയത്. സമയത്തിന്റെ പരിമിതി കാരണം ഗെയിമിന്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഗെയിമിന്റെ മാത്രം സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണും. എന്തായാലും കാണണം, അത്രയും ചിരിക്കാനുണ്ട് സന്തോഷിക്കാനുണ്ട്. അങ്ങനെ ഗെയിമിൽ കളിച്ച എല്ലാവർക്കും നമ്മളെ വക ചായക്കുള്ള കടി വാങ്ങാൻ വേണ്ടി വന്നപ്പോഴാണ് വണ്ടിയും കൊണ്ട് നല്ല ഉഗ്രൻ പണിയും കിട്ടി. ഒരുപാട് അതിന് മല്ലിക്കെട്ടാനും പറ്റില്ല, ഒടുക്കത്തെ മഴയുണ്ട്. എന്റെ വരവും കാത്ത് കുറച്ചുപേര് അവിടെ ഇരിക്കണുണ്ട്. ഓട്ടോയും പിടിച്ച് വേഗം പോയതുകൊണ്ട് എനിക്കത് കൊടുക്കാൻ പറ്റി. അങ്ങനെ സന്തോഷത്തോടെ പങ്കി ചിരിച്ചു കഴിച്ചു എല്ലാരും. കൂടെ എനിക്കും കിട്ടി ഒരെണ്ണം. ചൂടുള്ള ഉള്ളിവടിയും കഴിച്ച് ഇറങ്ങാൻ നിൽക്കുമ്പോ എല്ലാരും പറയണേ മോനെ ഇതുപോലെ നീ ഇടയ്ക്കിടയ്ക്ക് ഇനിയും വരണം. ഇന്നത്തെ ദിവസം ഞങ്ങൾ എല്ലാവരും ശരിക്കും ചിരിച്ച് സന്തോഷിച്ചു എന്ന് പറഞ്ഞു. ഇതിനും വലിയ സന്തോഷം എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റട്ടെ എന്ന് പറഞ്ഞ് ഞാനും ഇറങ്ങി. അപ്പസ്സലാം.